എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. യോബിൻ്റെ പുസ്തകം 41 അധ്യായം 33 വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നും ഇല്ല, അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വചനമാണ്. 40 അധ്യായം 15 വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുള്ള നദീഹേം എന്ന് പറയുന്ന മഹാമൃഗത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിച്ചിട്ടുള്ളത്. അതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊന്നിനെപ്പോലെയുമല്ലെന്നും ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമാണെന്നും ഒന്നിനെയും ഭയം കൂടാതെ നേരിടുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ഈ വാക്യം ഓർപ്പിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം വിശേഷാൽ സൃഷ്ടിച്ചിരിക്കുന്ന ചില സൃഷ്ടികളും ദൈവം വിശേഷാൽ അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷിക്തന്മാരുമുണ്ടെന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോഴും അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല എന്ന് പറയുന്നതായ അനവധി ദൈവവചന ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത്യുന്നതനായ ദൈവം എല്ലാവർക്കും മീതെയുള്ളവനാണെന്നും ആ ദൈവം എത്രമാത്രം ശ്രേഷ്ഠനാണെന്നും ആധികാരികമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40 അധ്യായം 25 മുതലുള്ളതായ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു എന്ന് തുടങ്ങി പറയുന്ന പല വചനങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ആധികാരികതയും ശക്തിയെയും സൃഷ്ടിപ്പിനെയും ഒക്കെ കുറിച്ച് പറയുകയാണ്. താഴേക്ക് വരുമ്പോൾ വീണ്ടും ഓർപ്പിക്കുന്നത്, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ദൈവം ആരാണ്? ദൈവം അത്യുന്നതനാണ്. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. ദൈവം നിത്യനാണ്. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനാണ്. ബലമില്ലാത്തതിന് ബലം നൽകുന്നവനും, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവുകയും യൗവനക്കാർ ഇടറി വീഴുകയും ചെയ്യുമ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കത്തക്ക തലത്തിൽ ദൈവസാന്നിധ്യം പകരുന്നവനാണ് അത്യുന്നതനായ ദൈവമെന്ന് ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബിനെ ദൈവം സൃഷ്ടിച്ചത് നദീഹേം എന്ന് പറയുന്ന മഹാമൃഗത്തോട് തുല്യമായിട്ടാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ സൃഷ്ടിയും അവരുടെ വിളിയും വ്യത്യസ്തമായ നിലയിൽ ദൈവം ചെയ്തിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യനായ ദൈവം എത്രയോ ശ്രേഷ്ഠനാണ്. അവനെപ്പോലെ ആരാധ്യനില്ല.
അവനൊപ്പം പറയാൻ മറ്റാരുമില്ല, അവനെപ്പോലെ ശ്രേഷ്ഠനായ ദൈവമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ആ ദൈവത്തെ സേവിക്കാം, ആരാധിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ ശ്രേഷ്ഠതയും അങ്ങയുടെ നിത്യത്വവും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളും മനസ്സിലാക്കി അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.